അഴിമതിയെ തുടർന്ന് UDF സർക്കാർ പിരിച്ചുവിട്ട മുൻ പ്രസിഡന്റ് ജോയ് തോമസ് വീണ്ടും കൺസ്യൂമർ ഫെഡ് ഭരണസമിതിയിലേക്ക്. 9 വിജിലൻസ് കേസുകളിൽ പ്രതിയായ ജോയ് തോമസ് ഇടുക്കി ജില്ലയിലെ ഹോൾസെയിൽ സൊസൈറ്റിയുടെ പ്രതിനിധിയായാണ് എത്തുന്നത്. വിജിലൻസിന്റെ ഓപ്പറേഷൻ അന്നപൂർണ റെയ്ഡിലാണ് കൺസ്യൂമർ ഫെഡ് സ്ഥാപനങ്ങളിൽ നടന്ന കോടികളുടെ അഴിമതി കണ്ടെത്തിയത്. വിജിലൻസ് രജിസ്റ്റർ ചെയ്ത 9 കേസുകളിലും അന്ന് കൺസ്യൂമർ ഫെഡ് പ്രസിഡന്റായിരുന്ന ജോയ് തോമസ് പ്രതിയാണ്. അഴിമതി തെളിഞ്ഞ സാഹചര്യത്തിൽ ഭരണസമിതിയെ ഉമ്മൻചാണ്ടി സർക്കാർ തന്നെ പിരിച്ചുവിട്ടിരുന്നു. സഹകരണ വകുപ്പിന്റെയും കൺസ്യൂമർ ഫെഡിന്റെയും ആഭ്യന്തരാന്വേഷണ റിപ്പോർട്ടുകളിലും ജോയ് തോമസിനെതിരെ ഗുരുതരമായ പരാമർശങ്ങളുണ്ട്. കേസുകൾ വിജിലൻസ് കോടതിയുടെ പരിഗണനയിലിരിക്കെയാണ് ജോയ് തോമസ് വീണ്ടും കൺസ്യൂമർ ഫെഡ് ഭരണസമിതിയിലേക്ക് എത്തുന്നത്. ഐ ഗ്രൂപ്പ് നേതാവായ ജോയ് തോമസ് ഇടുക്കി മുൻ DCC പ്രസിഡന്റാണ്. കോൺഗ്രസിന് മുൻതൂക്കമുള്ളതാണ് ഇടുക്കി ഹോൾസെയിൽ സൊസൈറ്റി. ഇവിടെ നിന്നുമാണ് ജോയ് തോമസ് പത്രിക നൽകിയത്. മറ്റാരും മത്സരിക്കാൻ ഇല്ലാത്തതിനാൽ സാങ്കേതിക നടപടിക്രമങ്ങൾ പൂർത്തിയായാൽ ജോയ് തോമസ് കൺസ്യൂമർ ഫെഡ് ഭരണസമിതിയിലെത്തും. ജില്ലാ മൊത്തവിതരണ സൊസൈറ്റി അംഗങ്ങൾക്ക് ഭരണസമിതി അംഗമാകാമെന്ന വ്യവസ്ഥ ദുരുപയോഗം ചെയ്താണ് കൺസ്യൂമർ ഫെഡ് ഭരണസമിതിയിലേക്ക് ജോയ് തോമസ് വീണ്ടും എത്തുന്നത്. തനിക്കെതിരായ കേസുകളുടെ ഗതി തിരിച്ചുവിടാൻ പോലും കൺസ്യൂമർ ഫെഡ് ഭരണസമിതിയിലെത്തുന്ന ജോയ് തോമസിന് കഴിയും. തിരുവനന്തപുരത്തു നിന്നും സുർജിത്ത് അയ്യപ്പത്ത്, ന്യൂസ് 18.